നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് നിങ്ങൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇങ്ങനെയെല്ലാം എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. ചിലപ്പോൾ ഓഫീസിലെ ആയിരിക്കാം, വീട്ടിലെ ആയിരിക്കാം, കൂട്ടുകാർക്കിടയിൽ അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഒരാൾ പറയുമ്പോൾ മാത്രം മറ്റുള്ളവർ അതിനെ ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ പറയുമ്പോൾ കൂടുതൽ അതിന് കമൻസ് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് ആയിട്ട് നടിക്കുന്നില്ല, അത് കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. ചിലരൊന്നും മിണ്ടുന്നില്ല. ചിലരാണെങ്കിൽ മുഖത്ത് പോലും നോക്കാതെ ചിലർ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ഏത് വ്യക്തിയാണോ സംസാരിക്കുന്നത് അയാളോട് മുഖത്ത് പോലും നോക്കാൻ താല്പര്യമില്ലെന്ന രീതിയിൽ പെരുമാറുക, അയാൾ പറയുന്നതിന് മാനിക്കാതിരിക്കുക. ചിലപ്പം ചില സന്ദർഭങ്ങളിൽ എല്ലാവരും കൂടി ഒന്ന് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഒരാളങ്ങോട്ട് അധികമായിട്ട് ചെല്ലുന്ന കസേരയൊക്കെ ഇട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് പെട്ടെന്ന് എണീറ്റ് പോകും. ചിലപ്പം എന്തെങ്കിലും ഇയാൾക്ക് ഫീൽ ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ ഫോൺ വന്നു, അല്ലെങ്കിൽ അങ്ങനെ എണീറ്റൊക്കെ പോകുന്നു. ഒന്നോ രണ്ടോ പേരൊക്കെ എണീറ്റ് പോകുന്നു, മറ്റുള്ളവർ ഇയാളെ ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? ആ വന്നു ചേർന്ന ആളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ പെരുമാറുമ്പോൾ? നമ്മൾ ചില സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ള സീനുകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അങ്ങനെയൊക്കെ. അതായത് ആ വന്നു ചേർന്നിട്ടുള്ള ആളിനെ അവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമില്ല. അയാളോട് സംസാരിക്കാനോ അയാൾ പറയുന്നത് കേൾക്കാനോ താല്പര്യമില്ല. ഒരു പക്ഷേ അയാളൊരു സാധുവായ മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഭയങ്കര ബോറനായിരിക്കും, അല്ലേ? ചുമ്മാ നടന്നാൽ ചുമ്മാ ഇങ്ങനെ കലപിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാര്യം കാണില്ല. അതുകൊണ്ടായിരിക്കാം കുറച്ച് പേര് എണ്ണീറ്റ് പോകുന്നത്. ഇല്ലെങ്കിൽ അയാളോടുള്ള താല്പര്യക്കുറവ്. ചിലപ്പം പറയാം, അയാൾ വലിയ സാഹിത്യ വർത്തമാനം പറഞ്ഞു കളയും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊരു ഒന്നും തോന്നത്തില്ല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ എന്തുമായാലും പെട്ടെന്ന് അങ്ങനെ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ എണീറ്റ് മാറുമ്പോൾ അയാളുടെ മനസ്സിലും ശരിക്കും ഒരു ഫീലൊക്കെ തോന്നും, അല്ലേ? ഞാൻ വന്നിരുന്നോണ്ട് എല്ലാവരും എണീറ്റ് പോയല്ലോ എന്നൊക്കെ അയാളുടെ ഉള്ളിലും തോന്നും, അല്ലേ? നമുക്ക് രണ്ട് രീതിയിലും പറയാം. അയാൾ വന്നിരുന്നത് അയാളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവിടെ ഉള്ളവർക്ക് ഇല്ല എന്ന് കരുതാം. പക്ഷേ അയാൾക്കൊരു മനസ്സുണ്ട്. അയാളൊരു പക്ഷേ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാനായിരിക്കാം വന്നത്, അല്ലേ? അപ്പം അങ്ങനെ വന്ന ആൾക്കും ഒരു മനസ്സുണ്ട്, അവിടെ ഇരിക്കുന്നവർക്കും ഒരു മനസ്സുണ്ട്. ആ മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയില്ലായ്മയാണ് അവിടെ പ്രകടമാകുന്നത്, അല്ലേ? ചിലപ്പം വന്നിരിക്കുന്ന ആൾ നല്ലൊരു മനുഷ്യനായിരിക്കും, നല്ല കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പക്ഷേ അവിടെ ഇരിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സായിരിക്കില്ല ആ സമയത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ എഴുന്നേറ്റ് മാറുന്നത്. എന്തായാലും അതും ഒരാളുടെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അല്ലാതുള്ള സംഭവമുണ്ട്. അതായത് എല്ലാവരും സംസാരിക്കുന്നു, ഒരാൾ പറയുമ്പോൾ മാത്രം ആരും മൈൻഡ് ചെയ്യുന്നില്ല. മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. അതായത് അയാളെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. അങ്ങനെയൊക്കെ ഒരാൾ പറയുമ്പം അതിനെ മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ളവരൊക്കെ കിടന്ന് സംസാരിക്കുമ്പോൾ അയാൾ അവിടെ ശരിക്കും ഇൻസൾട്ട് ആവുകയാണ്, അല്ലേ? അതൊരു വലിയൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അത് മനസ്സിൻ്റെ വലിയൊരു വേദനയാണ്, അങ്ങനെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും, അല്ലേ? അപ്പോൾ അങ്ങനെ മാക്സിമം എല്ലാവരും ശ്രമിക്കുക, ഒറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. നമ്മൾ ഇപ്പം വന്നിരുന്നു, അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ച് ഇപ്പം നമുക്ക് അയാളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ബോറടിപ്പിക്കുന്ന മനുഷ്യനാണെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് അതിപ്പം എന്തെങ്കിലും പറഞ്ഞ് അപ്പം പുള്ളിക്ക് അത്ര ഫീലാവത്തില്ല. കാരണം മനസ്സാണ്, എപ്പോഴാണ് ഓരോന്നും മാറി മറിഞ്ഞ് ചിന്തിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, ശരിയല്ലേ? നമുക്ക് എത്ര അനുഭവങ്ങൾ നമ്മൾ പത്രത്തിലൂടെയും TV യിലൂടെയൊക്കെ വായിക്കുന്നുണ്ട്.